സുബീഷേട്ടൻ പറഞ്ഞു ഞാൻ തള്ളിയെന്ന്. ഞാൻ ആശാവർക്കനെ കണ്ടിട്ടുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ദിലീപിന് അത്ര ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് അത് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സാറ് തുടങ്ങി 20 വർഷത്തിന് ശേഷം കൂടെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തങ്ങളുടെ പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താരങ്ങളാണ് നമ്മളോടൊപ്പം. സൂപ്പർ ടാലൻറ്റഡ് സുബീഷ് സുധി, എവർ ഗോർജിയസ് ഗൗരി കിഷൻ ആൻഡ് ദ ലെജൻഡ് ഹിംസെൽഫ് ലാൽ ജോസ് സാർ. ആദ്യം തന്നെ തൻ്റെ സിനിമാ ജീവിതത്തിലെ 3.5 പതിറ്റാണ്ട് പിന്നിടാൻ പോകുന്ന ലാൽ ജോസ് സാറിന് എല്ലാവിധ ആശംസകളും. എങ്ങനെയാണ് ഈ ഒരു ജേണി നോക്കിക്കാണുന്നത്? ജേണി വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു അപ്രൻറ്റീസായിട്ട് ഡയറക്ഷൻ അപ്രൻറ്റീസായിട്ട് തുടങ്ങി 34 വർഷം മുമ്പ്. ഒരു 9 വർഷം 10ഓളം ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും വർക്ക് ചെയ്തു. പിന്നെ ഡയറക്ടറായി ഒരു 25-26 വർഷം സംവിധായകനായിട്ട് നിലനിന്നു. ഇപ്പോൾ ചെറിയ റോളുകളിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നിരിക്കുന്നു. ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ ക്യാരക്ടറാണ്. അപ്പോൾ അതൊരു മൈൽ സ്റ്റോണാണ്. ഇപ്പോൾ ഇതിൻ്റെ മേക്കേഴ്സിൻ്റെ ഭാഗത്തൊന്നും അറിയാൻ കഴിഞ്ഞ ലാൽ ജോസ് സാറിൻ്റെ ഒരു വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ സംവിധായകനായി നിർമ്മാതാവ് ഇപ്പോൾ ഒരു നടൻ എന്ന രീതിയിൽ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് ഇതിൽ? അല്ല, ആക്ടർ എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അതിന് കാരണം ഇതിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ വളരെ അടുത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറേ കംഫർട്ടബിളായിരുന്നു. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും മാറിയിട്ട് ആളുകൾ ഇതിൽ ലാൽ ജോസ് ഇല്ല എന്ന് പറഞ്ഞു. അത് വലിയ അംഗീകാരം, സന്തോഷം, വലിയൊരു കോംപ്ലിമെൻ്റ് ആയി കാണുന്നത്. അതെ അതെ. ഇപ്പോൾ സുബീഷ് ചേട്ടനെ എത്തുന്നു. ഇപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ കൂടെയാണ് തുടങ്ങുന്നത് ഈ കരിയർ. ഇപ്പോൾ ഇന്നിപ്പോൾ കൂടെയല്ല കേട്ടോ, സാറ് തുടങ്ങി 20 വർഷത്തിന് ശേഷം ഞാൻ കൂടെ പോകുന്നത്. സാറിൻ്റെ ചിത്രം ക്ലാസ്മേറ്റ്സിലൂടെ ആയിരുന്നല്ലേ? അതെ. അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയാണ് നോക്കിയത്? അല്ല, അത് ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരാളുടെ യാത്രയിൽ അയാൾ കണ്ടെത്തുന്ന ഒരു വഴികളുണ്ടാവും. അപ്പോൾ ആ വഴികളിൽ ഞാൻ സാറിൻ്റെ അടുത്ത് എത്തിച്ചേർന്നതാണ്. കാരണം നമുക്ക് തോന്നുന്ന കാര്യം നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ, ഒരു കൂട്ടങ്ങളുണ്ടാവും. അതിലൊരു കൃത്യം സ്ഥാനത്ത് എത്താൻ പറ്റുന്ന വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ ക്യാമ്പിലെത്തുന്നത്. അപ്പോൾ എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലും എൻ്റെ ജീവിതയാത്ര സഫലീകരില്ല, എൻ്റെ സിനിമ എന്ന സ്വപ്നം സഫലീകരിക്കാൻ പറ്റുന്നിടത്ത് എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തേടിയ ഒരു വഴികളായിരുന്നു. ഈ കഴിഞ്ഞ 17 വർഷത്തോളം ഞാൻ സാറിൻ്റെ 12 സിനിമകൾ അഭിനയിച്ചു. എനിക്കൊന്ന് സാറിൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ അഭിനയിക്കുന്ന നടൻ ഞാനായിരുന്നു. അത് ആ ഒരു അംഗീകാരം എനിക്കാവും. എൻ്റെ ഹിന്ദിയിലും തമിഴിലും ചില കാര്യങ്ങൾ സാറ് വേറൊരാളെ കാസ്റ്റ് ചെയ്യും. പക്ഷെ എൻ്റെ കോൾ വിളികൾ കൊണ്ട്, എൻ്റെ ശല്യപ്പെടുത്തലുകൾ കൊണ്ടും ആ നരകത്തിനെ കൊടുത്തേക്ക് അവരുടെ തരുന്ന കോളുകൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറ് എന്നോടൊരു ഇഷ്ടമുണ്ടാവും. പക്ഷേ ആ ക്യാരക്ടർ സമയത്ത് സാറിന് ചില സമയത്ത് ചില കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. പക്ഷേ എന്നാലും പല സിനിമകളും അവസാനം എൻ്റെ അടുത്ത് തന്നെ എത്തും. അത് സാറ് എന്നോടുള്ളൊരു ഇഷ്ടം. പിന്നെ ഇപ്പോൾ സാറ് വന്ന വഴികളുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഒരു വളരെ എഫേർട്ട് എടുത്ത് ഇതിലേക്ക് എത്തിയ ഒരാൾക്കേ അറിയാൻ പറ്റും മറ്റൊരാളെ എഫേർട്ട് എടുത്ത് വരുമ്പോൾ അയാൾ എങ്ങനെ ഇതാക്കണം. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, സാറിൻ്റെ എല്ലാ കഥകളും വായിക്കുകയും എല്ലാ ഇൻ്റർവ്യൂ കാണുന്നവരാണ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ സാറ് സിനിമ എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ മാത്രമായിട്ട് സിനിമയെ കാണുന്നതാണ്. കാരണം സാറിൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പാലത്തിലൂടെ ഈ പത്രം ഇടാൻ പോകുമ്പോൾ, ആ പത്രം ഇടാൻ പോകുമ്പോഴുള്ള കാഴ്ചകളും അതിൻ്റെ ഒരു പ്രഭാതങ്ങൾ കാണുമ്പോഴും അതൊക്കെ സാറിൻ്റെ സിനിമകളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നുണ്ട്, പിന്നെ വിനീത് ശ്രീനിവാസൻ മലർവാടി ആർട്സ് ക്ലബ്ബ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കവലയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വിനീത് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പിട്ട് ആ കവലയിൽ സാറിൻ്റെ മീശമാധവനിലെ ആ പാട്ടില്ലേ, ഇങ്ങനെ ആ തേങ്ങ ആ പാട്ടായതായിരുന്നു, അത് കണ്ടിട്ട് വിനീത് ഒരു 10 മിനിറ്റ് അത് കണ്ടു നിന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ ഒരു ഇതാണ് ഒരു പുതിയ തലമുറയ്ക്ക് പഠിക്കുന്ന സിനിമ. അപ്പോൾ അങ്ങനെ ഒരാളടുത്ത് യാത്ര തുടങ്ങാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഇവിടെ എത്തിച്ചേരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നത്തിലെത്തിയിരിക്കുമ്പോൾ പോസ്റ്ററിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് വിശേഷമാണ്. എന്താണ് കഥാപാത്രത്തിൻ്റെ പ്രത്യേകത?
അതിന് പ്രദീപൻ എന്ന് പറയുന്ന ഒരു നാട്ടിൻപുറത്ത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന 4 മക്കളുടെ അച്ഛനായ ഭാര്യയെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു പ്രദീപൻ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി എങ്ങനെയാണ് ആ കുടുംബത്തിലുണ്ടാക്കുന്ന വഴികളുടെ ആ ഒരു പ്രശ്നങ്ങളുടെ പോവുകയും ആ പ്രദീപൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആ കഥ ശരിക്കും പറഞ്ഞാൽ ഇതിലെ കഥയാണ് ഇതിൻ്റെ നായകൻ. അതിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ ഒരു നല്ലൊരു സിനിമ, ഇതുവരെ നമ്മളെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരും പറയാത്തൊരു കഥയാണ്. നമുക്ക് അത് അവകാശം, അത് തള്ളല്ല കേട്ടോ, അത് നമുക്ക് അവകാശപ്പെടാൻ പറ്റും ഈ സിനിമ. അങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഇത് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥത്തിലുള്ള ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. കാരണം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഈ സിനിമ പ്ലേസ് ചെയ്യാം. ഈ കഥ എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. അത് തമിഴിലായാലും തെലുങ്കിലായാലും കന്നഡയിലായാലും ആസാമീസിലായാലും എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ്. നമ്മളത് കേരളത്തിൽ മലയാളത്തിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ സ്റ്റോറി റൈറ്റ്സ് ഒക്കെ വേറെ ഭാഷക്കാർക്ക് അക്കാഡമിക് ഒരു കാര്യമുണ്ട്. നമ്മളെ സിനിമയുടെ ഫോക്കസ് പുള്ളറുണ്ട് വിനയേട്ടൻ, ഇപ്പോൾ സാറ് പറഞ്ഞുകൊണ്ട് പറയാം. അപ്പോൾ അദ്ദേഹം സിനിമ ഷൂട്ട് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു, സുബീഷ് ഇതിൻ്റെ സ്റ്റോറി റൈറ്റ് ആർക്കും കൊടുക്കാൻ പാടില്ല, എനിക്ക് തരണം. ഞാൻ ആർക്കും കൊടുക്കാൻ പാടില്ല, എന്നെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, ആരൊക്കെ വരും പക്ഷെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല പറഞ്ഞ് ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുക. അതല്ല, ഇത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വളരെ മലയാളിത്തമുള്ള രീതിയിൽ ആണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വേറൊരു സ്ഥലത്ത് ഒരു അപ്കമിങ് ഹീറോയ്ക്ക് അയാൾ 3-4 കുട്ടികളുടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ അയാൾക്ക് അയാളുടെ കരിയർ ചേഞ്ചിങ് സിനിമയായിട്ട് ഈ സിനിമയെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ലാജു സാർ പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ ചിത്രം ആയിട്ട് തന്നെ കാണാം. അപ്പം പാൻ ഇന്ത്യൻ സിനിമകളിൽ സ്ഥിരം സാന്നിധ്യം ഒക്കെ ആയിരുന്നാണ്. ഒരുപാട് പരിചയമുള്ള ഒരാളാണല്ലോ. ഇപ്പോൾ 96 പോലെ ആ ഒറ്റ പടം കൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് കിട്ടിയ ഒരാളാണ് ഗൗരി. അപ്പോൾ എങ്ങനെയാണ് ഈ ചിത്രം പ്രിയങ്കരമായി മാറുന്നത്? അത് 96 ഒരു തമിഴ് മൂവി ആയിരുന്നു, പക്ഷേ മനസ്സിലായത് എല്ലാവരും. അത് എനിക്ക് തോന്നുന്നു ഈ സിനിമയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു പറഞ്ഞ പോലെ തന്നെ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇതിൽ. എനിക്കത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ലുക്കിലായാൽ പോലും ഇതിൻ്റെ മുമ്പ് ഒരു ടൗൺ ബേസ്ഡ് അല്ലെങ്കിൽ കുറച്ച് നാട്ടിൻപുറം ക്യാരക്ടർ ഞാൻ മലയാളത്തിൽ ചെയ്തത് അനുഗ്രഹീതൻ ആൻ്റണി ആയിരുന്നു. സഞ്ജന മാധവ് എന്ന് പറഞ്ഞ ക്യാരക്ടറും. അപ്പോൾ ലുക്കൊക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് റോണക് സേട്ടനും സമീര ചേച്ചിയാണ് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം. അപ്പം ആ സമയത്ത് ആ സൽവാർ ലുക്ക് ഒരുവിധം സിമിലാരിറ്റി ഞാൻ എവിടെയോ ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് എവിടെയോ അത് റെപ്പറ്റീഷൻ ആവാൻ പാടില്ല. മലയാളത്തിൽ ഞാൻ ഏർബൻ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ നാട്ടുപുറം ചെയ്യുന്നത് രണ്ടും ഒന്നാവരുത് എന്നുള്ളൊരു ഇത് കാരണം എനിക്ക് അല്ലെങ്കിൽ വിൻറ്റേജ് ലുക്സും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ശോഭന ചേച്ചിയുടെ, രേവതി മാം, ഉർവശി മാം, അവരുടെയൊക്കെ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഞാൻ റോണക് സേട്ടനും അവരുടെ ടീമിനോട് ഞാൻ അയച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ഹെയർ സ്റ്റൈലിലാണെങ്കിലും ഒരു വ്യത്യാസം. ബിക്കോസ് എനിക്ക് തോന്നുന്നു അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു, ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ഒരു ആശാ വർക്കറിൻ്റെ ആണ്. അപ്പോൾ ആശാ വർക്കർ എന്ന് പറയുമ്പം ഇറ്റ് ഹാസ് ടു ബി ട്രൂ, ലൈക്ക് ലുക്കിലും നമ്മളത് കൊണ്ടുവരുത്താൻ ശ്രമിക്കണം. അപ്പോൾ എൻ്റെ ലൈഫ് സിറ്റിയിലാണെങ്കിൽ അത് ഒരിക്കലും എന്നെ ഫ്രെയിമിൽ കാണുമ്പോൾ അത് ആർക്കും അങ്ങനെ തോന്നാൻ പാടില്ല. അതിൻ്റെ സ്ട്രെസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ബിക്കോസ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയാത്തൊരു ജീവിതമാണ്. ആശാ വർക്കർ ആരാന്ന് പോലും എനിക്ക് തന്നെ കോവിഡ് വന്ന് ആ സമയത്താണ് ഞാൻ അറിഞ്ഞത് ഇവരാരാണെന്ന്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഞാൻ ആൾക്കാരോട്, എൻ്റെ ഫോളോവേഴ്സിനോട് ചോദിക്കുന്നത് ഈ ഒരു ആശാ വർക്കർ എന്ന് പറയുന്ന ആരാണെന്ന് അറിയുമോ? ബിക്കോസ് ഇറ്റ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലി ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. എന്നാൽ പോലും അവർക്ക് ആ ഒരു റീച്ച്, അല്ലെങ്കിൽ അവരെ ആരും ഇതുവരെ മെയിൻ സ്ട്രീം ആർട്ട് ഫോമിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഇത്രയും സിനിമയിൽ, അതെ, മ്യൂസിക് വീഡിയോയിൽ ഒന്നിലും ആശാ വർക്കറിനെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കൊടുത്തിട്ടില്ല റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊരു വലിയ ചുമതലയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കഥ എന്നെപ്പോലൊരു അപ്കമിങ് ആക്ടറിന് വരുമ്പോൾ ഒരു നല്ലൊരു ചാലഞ്ചായിട്ട് തന്നെയാണ് ഞാൻ ഏറ്റെടുത്തത്. പിന്നെ ഞങ്ങളുടെ പാട്ടൊക്കെ റിലീസാകുമ്പം ആശമാർ തന്നെ എൻ്റെ പെർഫോമൻസ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും മാനറിസംസൊക്കെ കറക്റ്റാണ്. അവരുടെ ഒരു ക്ഷീണം അല്ലെങ്കിൽ അവരുടെ ജോലി വളരെ എന്താ പറയുക
ഒരു മൊണോട്ടനസ് ആണ്, പക്ഷെ എന്നാൽ പോലും അവർ ചെയ്യുന്ന ഒന്നും റെക്കഗ്നൈസ് ആവുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു പാർട്ടി കൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റി എന്ന് എന്നെപ്പറ്റി പേഴ്സണലായിട്ട് കമൻസ് ഇടുമ്പോൾ എനിക്കൊരു വളരെ ഹാപ്പിയാണ്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആക്ടിവിസം വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെ ബോധപൂർവം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്തുള്ളൊരു ഞാൻ കോളേജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു അത് നമ്മൾ ആക്ടിവിസം മൈൻഡ് വെച്ചിട്ട് നമ്മളൊരു സിനിമ ചോയ്സസ് എടുത്താൽ അത് ചിലപ്പോൾ ഇറ്റ് വോണ്ട് ലാൻഡ് വെൽ എന്ന് എനിക്ക് എവിടെയോ ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ളൊരു ഓക്കെ ഞാൻ ഈ ഒരു ഇതുപോലത്തെ ഒരു ആക്ടർ ആവും എന്ന് നമ്മൾ ഒരു ആക്ടർ ആകുമ്പോൾ കംപ്ലീറ്റ്ലി സറണ്ടർ ആവണം. അത് ഈ ഒരു അൾട്ടീരിയർ മോട്ടീവ് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ എവിടെയെങ്കിലും അത് പാളും. അപ്പോൾ ആക്ടിവിസം ഉണ്ട്, അതെൻ്റെ പേഴ്സണൽ എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ റൈറ്റ് നൗ സിനിമയിൽ അത് എല്ലാത്തിലും ഞാൻ കൊണ്ടുവരുത്താൻ നോക്കില്ല. പക്ഷെ നമ്മൾ സിനിമയിൽ പറയാൻ നോക്കുന്ന കാര്യങ്ങൾ ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു മെസ്സേജ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ടിരിക്കാൻ വളരെ എൻഗേജിങ് ആയിട്ട് ഒരു നല്ലൊരു തോട്ടാണ് ഞങ്ങൾ കൺവേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് തന്നെ അതാണ് ഏറ്റവും അതിൻ്റെ ഒരു മാജിക്. സോ ഇപ്പം 96 പോലൊരു സിനിമയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു മൈൽ സ്റ്റോൺ, അത് ഈ പറഞ്ഞ പോലെ ഒരു ബാരിയറായി എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ അതിലെ ജാനു എന്ന കഥാപാത്രം അതിനെ പല ചിത്രങ്ങളിലെത്തുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നും മാക്സിമം വ്യത്യസ്തമാകുക എന്നുള്ളൊരു രീതി എപ്പോഴും ബോധപൂർവ്വം എടുക്കാറുണ്ടോ? അത് ബോധപൂർവ്വം എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആ ടൈപ്പ് കാസ്റ്റിൽ തന്നെ പെടും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബെഞ്ച് മാർക്ക് കുറച്ച് ഹൈ ആണ് ആദ്യം തന്നെ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നത് എൻ്റെ ചുമതലയാണ്. അത് ഇതുവരെ എനിക്ക് തോന്നുന്നു 96 കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഓർത്തിരിക്കാനുള്ളൊരു ക്യാരക്ടർ എനിക്ക് എൻ്റെ കരിയറിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഈ സിനിമ ആയിരിക്കാം അത് മാറ്റുന്നത്, അല്ലെങ്കിൽ ഇനി ഞാൻ ഇറങ്ങാൻ പോകുന്ന സിനിമകളായിരിക്കണം. ഈ സിനിമ എന്തായാലും മാറ്റും. കാരണം ഞാൻ സാറേ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഒരു 30-40 ആശാവർക്കർമാരെ കാണിച്ചിരുന്നു ഈ സിനിമയുടെ. അവർ 26,000 സമൂഹമുണ്ട് കേരളത്തിൽ. അപ്പോൾ അവർ വന്ന കഥയൊക്കെ ഭയങ്കര വിറ്റാണ്. ഞാൻ ഒരു ചേച്ചിനെ വിളിച്ചു, പ്രേമ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമുക്ക് സിനിമ കാണാം. ഇവർ 38ഓളം പേര് വന്ന് എറണാകുളത്ത് ഇറങ്ങാം. കാരണം ഞാനുണ്ട്, 3-4 വണ്ടിയുണ്ട് നമ്മളെ കൂടെ. ഒരാൾ പാലാരിവട്ടത്ത് 2 ആൾക്കാർ, ഒരാൾ കലൂര്. അപ്പോൾ ഇവരെല്ലാം കയറ്റി അവസാനം ഞാൻ ഓട്ടോറിക്ഷയിലാണ് ലാൽമീഡിയയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്നിട്ട് ഇവർ പടം കണ്ടവിടെ എന്നോട് പറഞ്ഞു, അവർ ഭയങ്കര കൈയടിച്ച് ആ കുട്ടീനെ ഒന്ന് വിളിച്ചത് പറഞ്ഞു. നമ്മളെ ജീവിതം അതേപോലെ പകർത്തിയിട്ടുണ്ട്. അതൊരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന, അത് ഞാൻ വെറുതെ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്. ഈ സിനിമ കണ്ടിട്ട് ആ കുട്ടി നമ്മളെ ലൈഫ്, നമ്മളെ രസങ്ങൾ, നമ്മളെ ഒരു വീട്ടിൽ പോയിരുന്ന ഇറിറ്റേഷൻ, അത് കൃത്യമായിട്ട് ആ കുട്ടി സ്ക്രീനിൽ പകർത്തിയിട്ടുണ്ട്. അതൊരു ആക്ടേഴ്സ് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഇപ്പം സിനിമ എങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇങ്ങനത്തെ ഒരു പേഴ്സണലി എനിക്ക് ഏറ്റവും ഹൈ ആണ് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് ഞാൻ കുറേ ട്രൈ ചെയ്തു. എനിക്ക് ആ ഒരു പേടിയുണ്ടായിരുന്നു, എവിടെയെങ്കിലും ആ ഫോഴ്സ്ഡായിട്ട് എനിക്ക് ആ ഒരു ഫ്ലോയിൽ അത് വരില്ലല്ലോ. എൻ്റെ ജീവിതം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതും ഞാൻ പ്ലേ ദിവ്യയും എൻ്റെയും തമ്മിൽ വളരെ കുറേ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ സന്തോഷമുണ്ടാക്കാം. രാജാ സാർ, ഇപ്പോൾ അന്ന് ചെന്നൈക്ക് വണ്ടി കയറിയ ആ ഒരു സമയത്തെ ഈ അഭിനയം എന്നൊരു മോഹം എപ്പോഴേലും മനസ്സിലുണ്ടായിരുന്നു, അതോ ഫിലിം മേക്കിംഗ് എന്നുള്ള ഇത് തന്നെയായിരുന്നു? ഇല്ല, ചെന്നൈക്ക് വണ്ടി കയറുമ്പോൾ ഫിലിം മേക്കിങ്ങും ഇല്ല മനസ്സിൽ. ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത് മാനുവൽ കളർ പ്രോസസ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ദുബായിക്ക് എനിക്കൊരു വിസ ശരിയായിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. അവിടെ കിട്ടിയ ഒരു ജോലി ആഴ്ചയിൽ 4 ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേ വർക്കുള്ളൂ. അപ്പം 3 ദിവസം ഒഴിവുണ്ട്. അപ്പോൾ ആ 3 ദിവസം എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് അറിയാം ഓൾറെഡി. അപ്പോൾ മാനുവൽ കളർ പ്രോസസ്സിങ് തുടങ്ങിയ സമയമാണ്. അപ്പം കമ്പ്യൂട്ടർ പ്രിൻറ്റിങ് തുടങ്ങിയിട്ട് വലിയ ബ്ലോബ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലി ചെയ്യണം. അപ്പോൾ അതറിയുന്ന ആൾക്ക് ദുബായിൽ എനിക്ക് കിട്ടുന്ന ജോലി വരുന്ന എംപ്ലോയറുടെ ഒരു കസിന് അവിടെ ഒരു ഫോട്ടോഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ മാനുവൽ കളർ പ്രോസസ്സിങ് അറിയെങ്കിൽ ഈ 3 ദിവസം അവിടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ ഇൻകം അവിടെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഒരു കൈത്തൊഴിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയതാണ്. ഞാൻ സിനിമയിൽ വരുന്നത് വളരെ ആക്സിഡൻ്റലിയാണ്. എനിക്ക് യാതൊരുവിധ സിനിമാ താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ സിനിമ കാണുമായിരുന്നു, സിനിമാ ഭ്രാന്തനായിരുന്നു, സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ എന്നെ ഒരിക്കലും ഒരു സിനിമാക്കാരനായിട്ട് മനസ്സിൽ പോലും പ്ലേസ് ചെയ്തിട്ടില്ല.
പിന്നെ ഞാൻ യാദൃശ്ചികമായിട്ട് ഇവിടെ വന്നു പെട്ടതാണ്. ഫിലിം മേക്കർ എന്ന് തന്നെയായിരുന്നു അപ്പം അല്ല ഈ പറഞ്ഞ പോലെ അല്ല വരുന്നതും വന്നത് ഞാൻ ചെന്ന് താമസിച്ചത് മദ്രാസിൽ ഈ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫേഴ്സ്, അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നടക്കുന്ന ആളുകൾ, മേക്കപ്പ് അസിസ്റ്റൻസ് ഒക്കെ താമസിക്കുന്ന ഒരു ലോഡ്ജിലായിരുന്നു. അപ്പോൾ അവിടെ ഈ സെക്കൻഡ് സൺഡേസിൽ സിനിമാക്കാർക്ക് മൊത്തം ഒഴിവാണ്. ആ ദിവസങ്ങളിൽ അവർ കൂടും. അപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നൊരു സുഹൃത്ത് മരിച്ചു ഒരു 4 ദിവസം മുമ്പ്. സുബ്രഹ്മണ്യൻ എന്നായിരുന്നു പുള്ളിയുടെ പേര്. സുബ്രഹ്മണ്യൻ ജോൺസൺ മാഷിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. കോയമ്പത്തൂരുകാരനാണ്, മലയാളിയാണ്, കോയമ്പത്തൂർ സെറ്റിൽഡാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ ഈ സെക്കൻഡ് സൺഡേയിൽ പാട്ടുകൾ, ട്യൂണുകൾ കമ്പോസ് ചെയ്യും. വേണുഗോപാൽ ചൊക്ലി എന്ന് പറഞ്ഞിട്ട് തലശ്ശേരിക്കാരൻ ഒരു വേണുഗോപാൽ ഉണ്ടായിരുന്നു. അയാൾ മേർച്ചൻ്റ് നേവിയിലായിരുന്നു. അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് സിനിമയിൽ പാട്ട് എഴുത്തുകാരനാവാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വേണുഗോപാലും അവിടെ ഉണ്ട്. വേണുഗോപാൽ പാട്ട് എഴുതും. ദിനേശ് എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജ് മേറ്റ്. ദിനേശ് ചെന്നൈയിലുള്ളതുകൊണ്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് ഇത് പഠിക്കാൻ പോയത്. അപ്പോൾ ദിനേശ് പാട്ടുകാരനാണ്. വൈശാലിയിലെ ദും 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 ദുംദുബിനാഥം ഒക്കെ പാടിയത് ദിനേശാണ്. ദിനേശ് അവിടെ സൗണ്ട് എഞ്ചിനീയർ എമിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിനേശ് പാടും, ഇവർ കമ്പോസ് ചെയ്യും. അങ്ങനെയുള്ള സെഷനിൽ സോങ്ങിന് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കാൻ എന്നത് ഞാനായിരുന്നു. ഞാൻ അപ്പോഴേ നന്നായി പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള നോവലിൽ നിന്നൊക്കെ ഈ സോങ്ങിന് പറ്റിയ സിറ്റുവേഷൻസ് പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ ഇവരാണ് പറയുന്നത് നിനക്കൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും നടക്കില്ല, അത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഫ്രണ്ട് ശ്രീശങ്കർ എന്നുള്ള പേരിൽ പിന്നീട് അദ്ദേഹം സിനിമാറ്റോഗ്രാഫറായി. മലയാളത്തിൽ കുറേ സിനിമകൾക്ക്. ശ്രീശങ്കറാണ് രാജാമണിയേട്ടനെ കൊണ്ടുപോയി മ്യൂസിക് ഡയറക്ടർ രാജാമണിയേട്ടനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നതും രാജാമണിയേട്ടൻ തന്നെ കമൽ സാറിനെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മണിയേട്ടൻ കമൽ സാറിനോട് പറഞ്ഞു ഇവൻ്റെ പേര് ലാലു എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇത് ലാലുവിന് സിനിമ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കമൽ സാർ എന്നോട് ചോദിച്ചു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാനാ? അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞ അടുത്ത പടം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സലാം എന്ന് പറഞ്ഞൊരു അസിസ്റ്റൻറ്റ് ദുബായി പോയി. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സിനിമയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു സിനിമ ഉണ്ടാകുന്നത് അടുത്തുനിന്ന് കാണാമല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാം എന്ന്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് എൻ്റെ രംഗം, എനിക്ക് ഈ സ്ഥലം ഇഷ്ടമായി. അങ്ങനെ സിനിമയിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രീ പ്ലാൻഡ് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കമൽ സാറ് ലാൽജോ സാറിന്റെ ഉള്ളിലെ ഒരു നടനെ നേരത്തെ പിടിച്ചോണ്ടാണോ ഈ അഴകിരാമണിലെ ഐക്കോണിക് സീനില്? അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ക്യാമ്പസ് സീക്വൻസിൽ ഞാനും ദിലീപും ഉണ്ട്. അതിൽ ഈ നിരന്നിരിക്കുന്ന പിള്ളേരിൽ ഞാനും ദിലീപും ഉണ്ട്. അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡയലോഗ് കിട്ടുന്ന വെച്ചിട്ടാണ് ദിലീപ് ഇരിക്കുന്നത്. പക്ഷെ ആ ഡയലോഗ് അസോസിയേറ്റ് ഡയറക്ടർ സൂര്യേട്ടൻ ദിലീപിന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അത് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ദിലീപിന് മുമ്പ് മലയാള സിനിമയിൽ ഡയലോഗ് പറഞ്ഞത് ഞാനാണ്. ആദ്യ ഡയലോഗ് അതിൽ ഞാനാണ് പറയുന്നത്. അന്നൊക്കെ ഈ ടെക്നീഷ്യന്മാരെ പൊതുവെ ആർക്കും അത്ര പരിചയം കാണത്തില്ല. അന്നത്തെ ഈ ഡിജിറ്റൽ യുഗം അത്ര അല്ലാത്തതുകൊണ്ട്. അപ്പം അന്നൊക്കെ സാർ ഈ അഴകിരാമണിലൊക്കെ ആ സീനൊക്കെ ഭയങ്കര ഹിറ്റായപ്പോഴത്തേക്കും അപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു ഞാൻ അഭിനയിച്ച സീനുണ്ട്, അങ്ങനെ കണ്ടിട്ട് ആൾക്കാരൊക്കെ വന്ന് പറയുമായിരുന്നോ? അല്ല, ആ സീൻ ഭയങ്കര പോപ്പുലറായി. അത് ഈ ടി വി പോപ്പുലറായ ഒരു സമയത്ത് അന്ന് സ്ഥിരമായിട്ട് ഈ സിനിമയിലെ കോമഡി സീനുകൾ സെപ്പറേറ്റ് പ്രോഗ്രാമായിട്ടൊക്കെ വരും. അങ്ങനെയുള്ള പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഓടിയ ഒരു റീലായിരുന്നു അത്, അരിവർക്കി സീൻ. അതുകൊണ്ട് അത് എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഒക്കെ കണ്ടിട്ട് വലിയ ഹാപ്പി ആയിരുന്നു. ലാൽജോ സാർ ഇപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ കഥയിലൂടെയാണ് തുടങ്ങിയത്. പിന്നെ രഞ്ജൻ പ്രമോദ്, അങ്ങനെ നിരവധി പ്രശസ്തരായ റൈറ്റേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു. ഇപ്പോൾ അതുപോലൊരു നല്ല റൈറ്റേഴ്സ് ഇപ്പം സാറിന് ഇവിടെ മലയാള സിനിമയിൽ റൈറ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ളതെന്നൊരു മിഥുൻ മാനുവൽ തോമസ് ഒരു പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതോ ആ തോന്നലാണോ ഇപ്പം പുതിയൊരു സംരംഭം തുടങ്ങാൻ? ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമ ശ്രീനേട്ടൻ എഴുതി. അത് കഴിഞ്ഞ രണ്ടാമത്തെ സിനിമ ബാബു ജനാർദ്ദൻ എഴുതി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമ ഒരു പുതിയ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അയാളുടെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. രഞ്ജൻ പ്രമോദ് എന്ന് പറഞ്ഞ ആളുടെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ് രണ്ടാം ഭാവം. അയാളുടെ രണ്ടാമത്തെ സിനിമയാണ് മീശമാധവൻ. അത് കഴിഞ്ഞ് ഞാൻ രഞ്ജൻ പ്രമോദ് അടക്കം 6 പുതിയ റൈറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റേഴ്സിന് ക്ഷാമമൊന്നുമില്ല.
ഞാൻ 27 സിനിമ ചെയ്തതിൽ 6 സിനിമകൾ പുതിയ റൈറ്റേഴ്സാണ് എഴുതിയത്. ആ റൈറ്റേഴ്സൊക്കെ എൻ്റെ സിനിമകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം റൈറ്റേഴ്സ് ഉണ്ട്, റൈറ്റേഴ്സ് എവിടെയുണ്ട്, അവരെ നമ്മൾ തപ്പിപ്പിടിക്കണം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയുടെ റൈറ്ററും ഒരു പുതിയ റൈറ്ററാണ്, അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥയാണ് ഞാൻ ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥയാണ്. KN പ്രശാന്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏതായാലും ഇപ്പോൾ സംവിധാനം ചെയ്ത് കണ്ട സുബീഷേട്ട് ഇപ്പം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ്. അപ്പം കൂടെ അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് അധികമല്ലായിരുന്നു. ഒരു ഒറ്റ സീനിലേ ഞങ്ങൾ ഒരുമിച്ചുള്ളൂ. ഞാൻ മറ്റൊന്നോട് കൂടിയിട്ട് സുബീഷ് ജയിലിൽ പോവും. അല്ല, പക്ഷെ ഞാൻ ആ സിനിമയിൽ 10-15 ദിവസം ആ സെറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ സുബീഷ് ചെയ്ത സീനുകളൊക്കെ ഞാൻ അതാത് സമയത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കണ്ടിട്ടുണ്ട്. സുബീഷ് എൻ്റെ സിനിമകളിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് നല്ല ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ അഭിനയിച്ച് ആ തഴക്കവും പഴക്കമൊക്കെ വന്നൊരു 10-70 സിനിമകൾ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു 10-17 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ജേണിയാണ്. അതിൻ്റെ ഒരു തുടക്കകാലത്തുണ്ടായിരുന്ന ആൾ മാത്രമാണ് ഞാൻ. അപ്പം ആക്ടർ എന്നുള്ള നിലയിൽ അയാളെ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഇവോൾവിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഏരിയയിലൊന്നും. പിന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം, സുബീഷ് നായകനായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്നൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തത് സുബീഷ് ഒരു ആക്ഷൻ ഹീറോയുടെ റോളൊന്നല്ല സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ സുബീഷ് ഒരു മറ്റേ പ്രണയനായകനായിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നല്ല സെലക്ട് ചെയ്തത്. സുബീഷിനെ പ്ലേസ് ചെയ്യാൻ വളരെ ലോജിക്കലി പ്ലേസ് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറും ഒരു കഥയും വന്നപ്പോഴാണ് അത് ചെയ്തത്. അത് തെളിയിക്കുന്ന ആൾക്ക് കോമൺ സെൻസ് ഉണ്ടെന്നാണ്. കോമൺ സെൻസ് ഉള്ള ആളുകളെ അവരവരുടെ കരിയറിൽ വിജയിക്കുള്ളൂ. കോമൺ സെൻസാണ് ബേസിക്കായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കേണ്ട ഒരു ആക്ടർക്ക് വേണ്ട ആദ്യത്തെ ഗുണം കോമൺ സെൻസാണ്. അത് സുബീഷിനുണ്ട്. സുബീഷിന് അത്യാവശ്യം നന്നായിട്ടുള്ള PR വർക്ക് അറിയാം, എങ്ങനെയാണ് ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് അറിയാം, ആളുകളെ പിണക്കാതിരിക്കാനുള്ള പെരുമാറ്റ രീതികളറിയാം. അങ്ങനെ ഒരാൾക്ക് ഇവിടെ എത്തിയേ പറ്റൂ, ഇത്രയും ദൂരം സഞ്ചരിച്ചേ പറ്റൂ, ഇനി ഒരുപാട് ദൂരം സഞ്ചരിച്ചേ പറ്റൂ. ഇത്രയും നല്ലൊരു കോംപ്ലിമെന്റ് ആശാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അഭിനയിച്ച? അല്ല, എനിക്ക് ജീവിതത്തിൽ ഒരു നടൻ്റെ സാറിനെ പറ്റി പറയുന്നതിനപ്പുറത്ത് എനിക്ക് സാറ് പറയുന്ന ചില കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ, ഞാൻ സാറിന് പഠിച്ചത് മനുഷ്യത്വമാണ്. കാരണം സാറ് ഒരു സൗഹൃദ കൂട്ടായ്മയിൽ വർഷങ്ങൾക്ക് മുമ്പേ 3-4 ആൾക്കാർ ഇരിക്കുമ്പോൾ സാറ് വെറുതെ പറഞ്ഞു, ഞാൻ ഒരു കാലത്ത് എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എൻ്റെ ഒറ്റപ്പാലത്തെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയാണെങ്കിൽ ആണെങ്കിൽ മനസ്സിലായത് വിച്ഛേദിക്കലാണെങ്കിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുക സുബീഷാണ്. അപ്പോൾ എനിക്ക് ഇത്രയും സൗഹൃദമുള്ളൊരു മനുഷ്യൻ, ഇത്രയും വ്യാപ്തമായ എത്രയോളം രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരാൾ. കാരണം നമ്മളൊരു ചൊല്ലുന്നുണ്ട്, എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ PhDക്ക് ചേരുന്നതിനെക്കാട്ടി നല്ലത് തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസ്സിൽ ന്യൂഡൽഹി വരെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭവം. ഇപ്പം ലാജു സാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുഭവത്തിൻ്റെ ഒരു കാരണം, ഇത്രയോ രാജ്യങ്ങൾ, എത്രയോ മനുഷ്യന്മാർ, അങ്ങനെ ഒരു ആൾ പറയുന്നതിന് എനിക്ക് ഏറ്റവും വലിയ കോംപ്ലിമെൻ്റായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഇതാണ്. കാരണം ഒരു ആക്ടർ നിലയിൽ ഞാൻ ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, ഓരോന്നൊരു പഠനമാണ്. ഇനിയിപ്പം എനിക്ക് ഇപ്പോൾ ഈ ഭാരത സർക്കാർ കഴിഞ്ഞാലും ഇനി വരുന്ന സിനിമകളിലായി കഴിഞ്ഞാലൊക്കെ എനിക്കും ഓരോ സിനിമയും ഒരു പഠനമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള സാധനം അതൊരു പഠനമാണ്. കാരണം നേരത്തെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഗൗരിയിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ അവർ ഗൗരി കുറച്ച് തള്ളിയതാണ്, ആശാവർക്കറെ അറിയാം, ആശാവർക്കറെ കണ്ടിട്ട് പോലും ഇല്ല തോന്നും. അപ്പോൾ അവർ കൃത്യമായിട്ട് അവൾ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അത് കണ്ട അവർ ജീവിതം അനുഭവിക്കുന്ന സാധാരണ മനുഷ്യന്മാർ, നമ്മുടെ ജീവിതം, അതൊക്കെ ഒരു നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഭിനയം എന്ന് പറയുന്ന സാധനം. നമ്മളൊരിക്കലും എത്ര സിനിമ അഭിനയിച്ചാലും ഇത് പൂർത്തിയാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പോഴും ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയുണ്ടാവാറുണ്ട്, അത് ഞാനിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഡയറക്ടറായ ഇപ്പോൾ പുതിയ സിനിമയിലെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ എന്നാലും എനിക്ക് ഓരോ പിന്നെ ടേക്ക് എടുക്കുമ്പോഴും ലാൽജോ സാറിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന് പറയാൻ എനിക്ക് ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. ഏതായാലും ഗൗരി ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്തിട്ട് വെച്ച് മലയാളത്തിൽ നിന്ന് എന്താണ്
വ്യത്യസ്തമായി തോന്നുന്നു? കണ്ടന്റ് വൈസ് എനിക്ക് തോന്നുന്നു മലയാളത്തിലാണ് എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പി. ബിക്കോസ് ഇവിടുത്തെ റൈറ്റിംഗ് കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേറെ ഇൻഡസ്ട്രീസിലില്ല എന്നല്ല, പക്ഷേ എനിക്ക് വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇപ്പോൾ ചിലവർ ചോദിക്കും തമിഴിൽ കിട്ടുന്ന അത്രയും ഓപ്പർച്യൂണിറ്റീസ് മലയാളത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നെ ഫസ്റ്റായിട്ടൊരു ഫീമെയിൽ ലീഡായിട്ട് കാസ്റ്റ് ചെയ്തത് മലയാളം ഇൻഡസ്ട്രിയാണ്. പക്ഷേ തമിഴ് ഇപ്പോഴും എന്നെ ഒരു എവിടെ പ്ലേസ് ചെയ്യണം എന്നറിയാത്തൊരു ജൂനിയർ ചൈൽഡ് ആർട്ടിസ്റ്റ് ആണോ അതോ ആ ഒരു കൺഫ്യൂഷനിൽ. പക്ഷേ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഈവൻ ഫോർ വുമൻ കുറച്ചുകൂടെ ഒരു സ്പേസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ്ലി ഞാൻ വളരെ ഹാപ്പിയാണ് മലയാളത്തിൽ. പിന്നെ എൻ്റെ നേറ്റീവ് എന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും ഇപ്പോൾ എനിക്കൊരു ബിലോങ്ങിങ്, ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് സത്യം പറഞ്ഞാൽ. ബിക്കോസ് ഇവിടെ വരുമ്പം ഞാനൊരു ഫുൾ മലയാളി അല്ല, പക്ഷെ അവിടെ പോകുമ്പം ഞാനൊരു ഫുൾ തമിഴല്ല. അപ്പോൾ എങ്ങും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഐ മീൻ രണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും മലയാളം ഇൻഡസ്ട്രിയിലുള്ളൊരു ഇപ്പോൾ എവിടെയും എല്ലായിടത്തും റെഫറൻസ് ആയിട്ട് പറയുന്ന പലപ്പോഴും മലയാളം സിനിമകളാണ്. അതിൻ്റേതായൊരു പ്ലാറ്റ്ഫോം ഇനിയും നമുക്ക് ഐ തിങ്ക് വി ഡിസേർവ് മോർ ഓഫ്. എനിക്ക് തോന്നുന്നു ടൊവിനോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എല്ലാവരും മലയാള സിനിമയെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റേതായ ഫണ്ടിങ് തരാനുള്ള പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ ഒരു സപ്പോർട്ട് നമുക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ ഐ ഫീൽ ലൈക്ക് വി വിൽ ഗോ എ ലോങ് വേ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഏതായാലും വലിയ വലിയ സംവിധായകരുടെ കൂടെയും നടന്മാരുടെ ഒക്കെ പങ്കുചേർന്ന് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ലാൽജോ സാറിൻ്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമ്മൾക്ക് ലെജൻഡ് ആയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് അത് ശരിക്കും നടക്കുവാണോ എന്നൊക്കെ എനിക്ക് ആ ഫസ്റ്റ് ഡേ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എല്ലാം. അപ്പോൾ എനിക്ക് ആദ്യം ലാൽ ജോസ് സാർ എന്ന് പറയുമ്പം എൻ്റെ കുറേ ഫേവറേറ്റ് മൂവീസിൻ്റെ ഡയറക്ടറാണ്. നമ്മൾ കൊച്ചിലേ തൊട്ട് കണ്ട് ഈ പേര് എനിക്ക് തോന്നുന്നു മോർ ദൻ ജസ്റ്റ് ഡയറക്ടർ സാർ ഒരു ആസ് എ പേഴ്സണാലിറ്റി എല്ലാവർക്കും അറിയുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പോൾ ലാൽ ജോസ് സാർ ഈ പടത്തിലുണ്ട്. ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇൻഫാക്ട് ഈ പടത്തിൻ്റെ ഓപ്പണിംഗ് തന്നെ ദാസേട്ടനിലാണ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ക്യാരക്ടർ ക്യാരി ചെയ്യാൻ പോകുന്നത് സാറാണ്. പിന്നെ സാറിൻ്റെ കൂടെ ഇരുന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, ഒരു മാസ്റ്റർ ക്ലാസ് പോലെ. അല്ലെങ്കിൽ സിനിമയെ പറ്റി മാത്രമല്ല, ഈവൻ അബൌട്ട് ലൈഫ്. എനിക്കാണെങ്കിലും വിനീത് വാസുദേവൻ എൻ്റെ കൂടെ അഭിനയിച്ച, അല്ലെങ്കിൽ ശൈലി ചേച്ചി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഇത്രയും നോളജും എക്സ്പീരിയൻസും ഉള്ളൊരു ട്രഷറാണ്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിരിക്കും. ആൻഡ് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. സാർ എൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. ഏതായാലും സാർ ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് പുതുമുഖ എഴുത്തുകാർക്കൊക്കെ അവസരം കൊടുത്തു, പുതുമുഖ താരങ്ങൾക്ക് അവസരം കൊടുത്തു. ഇപ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ ചിത്രമാണ് ഇപ്പോൾ ജൂഡ് ആന്റണിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് എ ഡയറക്ടർ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിച്ചു? അല്ല, രഞ്ജിത്തിനൊക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഈ സ്ക്രിപ്റ്റൊക്കെ തറവാണ്, എല്ലാ സീനുകളും നന്നായിട്ട് അറിയാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എനിക്ക് ഈ കാണാപ്പാടം പഠിക്കൽ വലിയ പാടാണ്. അപ്പം ഈ ഡയലോഗൊക്കെ വലിയ ഡയലോഗുകളുണ്ട്, പല സീനുകളിലും വലിയ ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ രഞ്ജിത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, രഞ്ജിത്ത് ഇത് ഇങ്ങനെ തന്നെ പറയണോ അതോ ഈ ആശയം വരുന്ന രീതിയിൽ ഞാൻ പറഞ്ഞാൽ മതിയോ എന്നൊക്കെ. ആശയം വന്നാൽ മതി സാർ, പറഞ്ഞു നോക്കുക, എന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന്. അപ്പോൾ ആ ഒരു ഫ്രീഡമൊക്കെ എനിക്ക് തന്നു. അതുകൊണ്ടാണ് എനിക്ക് പല ഡയലോഗുകളും പറയാൻ പറ്റുക. അല്ലെങ്കിൽ അങ്ങനെ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ ഈ ആളുകൾ ഈ വിഷസ് പറയാൻ വരും, പറഞ്ഞിട്ട് വരും. ഇപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അസോസിയേഷൻ്റെ പേര്, അതിൻ്റെ 25ാം വാർഷികം, അവർ നടത്തുന്ന പ്രോഗ്രാമിന് വേറൊരു പേര്. ഞാൻ ചീത്ത പറഞ്ഞിട്ട് ആൾക്കാരെ ഓടിക്കും. കാരണം ഇത്രയും കാണാപ്പാടം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല കളക്ടറായാണ്. അപ്പം അത് നടക്കൂല. പക്ഷെ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നു. പിന്നെ അപൂർവമായിട്ട് ചില സമയത്ത് സീൻ എടുക്കുന്ന ഞാനും ആ സീനിൻ്റെ ഭാഗമാണ്. അപ്പം ചിലപ്പോൾ തോന്നും ഒരു ആക്ടറുടെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഒരു ക്ലോസും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് ഒരു പ്രാവശ്യം ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു, അയാളുടെ ഒരു ക്ലോസ് വേണ്ടേ. അപ്പോൾ പറഞ്ഞു, സാറ് ആ ക്ലോസിൻ്റെ ആവശ്യമില്ല, അത്രയും ഡീറ്റെയിലിങ് ഈ സീനിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ
അപ്പോൾ അത് ഒരു പുതിയ പാടാണ്. വെച്ചാൽ നമ്മളെല്ലാത്തിൻ്റെയും ഡീറ്റെയിലിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കും, റിയാക്ഷൻ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൂടുതൽ ഷൂട്ട് ചെയ്യും. അത്രയും ഇപ്പം ആവശ്യമില്ല എന്നുള്ളത് ഒരു തിരിച്ചറിവായിട്ട് പിന്നെ അത് പറഞ്ഞപ്പോൾ ശരിയാണ്. ആ ഒരു റിയാക്ഷൻ ിലേക്ക് പോകേണ്ട കാര്യമില്ല, അതൊരു ആവശ്യമില്ലാത്ത ഇൻഫർമേഷനാണ്. അപ്പോൾ അത് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. പുതിയ ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അറിയാം എന്താണ് അവർക്ക് വേണ്ടത്. അവർക്ക് അല്ലെങ്കിൽ ഇത്രേ വേണ്ടു, അത് കൂടുതൽ നിങ്ങൾ തരണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ സെൻസൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ നമുക്കും പല കാര്യങ്ങളും പഠിക്കാനുണ്ട് അവരുടെ കയ്യിൽ നിന്ന്. ഏതായാലും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ ഭാരത സർക്കാർ ഉൽപ്പന്നം ഇറങ്ങുകയാണ്. അപ്പം എന്താണ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതൊരു നല്ല സിനിമയാണ്, അത് ഉറപ്പാണ്. ഇത് നിങ്ങൾ വന്ന് കണ്ടില്ലെങ്കിൽ ഇത്തരം നല്ല സിനിമകൾ നിങ്ങൾക്കിനി കാണാൻ കിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് നമ്മളെല്ലാവരും പറയും നല്ല സിനിമകൾ, നല്ല കണ്ടന്റുള്ള സിനിമകൾ മലയാളത്തിലാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് കണ്ടന്റുള്ള സിനിമ OTT-യിൽ വരാൻ വേണ്ടി കാത്തുക്കുക, അല്ലെങ്കിൽ TV-യിൽ വരാൻ വേണ്ടി കാത്തുക്കും, തിയേറ്ററിൽ പോകില്ല. ഇതിന് പണം മുടക്കുണ്ട്. മനസ്സിലായില്ലേ? നല്ല സിനിമ ഉണ്ടാക്കണമെങ്കിൽ നല്ലോണം പൈസ മുടക്കാൻ ഉണ്ട്. ആ പൈസ മുടക്കി ചെയ്യുന്ന സിനിമയ്ക്ക് അതിൻ്റെ നിർമ്മാതാവിന് റവന്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാർ കാണണം. അപ്പം ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ പോയി കണ്ടാൽ ഇതുപോലെയുള്ള സിനിമകൾ ചെയ്യാനുള്ള ഊർജം, ഇതുപോലുള്ള സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തയ്യാറാവും, നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാവും. കുറേ നല്ല ആക്ടേഴ്സിന് അവരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന സിനിമ ചെയ്യാനുള്ള അവസരം കിട്ടും. അല്ലെങ്കിൽ ഇവരൊക്കെ നായകൻ്റെ പുറകിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നായകൻ്റെ ഇടി മേടിക്കുന്ന, തൊഴി മേടിക്കുന്ന ആൾക്കാരായിട്ട് പോകും. ഒരു ആക്ടർ, നല്ല ആക്ടേഴ്സ് പുറത്ത് വരുമ്പോൾ, ഒരു പുതിയ സുബീഷിനെ പോലെ ഒരാളൊരു മെയിൻ റോളിലേക്ക് വരുമ്പോൾ, ഈ സിനിമ വിജയിച്ചാൽ സുബീഷിനെ വെച്ച് സിനിമ ചെയ്താൽ ആളുകൾ കാണുമെന്നുള്ള തോന്നലുണ്ടായാൽ വേറെ തരം സിനിമകളുണ്ടാവും, വേറെ തരം വിഷയങ്ങൾ ആളുകൾ ആലോചിക്കും. എഴുത്തുകാർക്ക് വേറൊരു കഥ ആലോചിക്കാൻ ധൈര്യം ഉണ്ടാവും, സംവിധായകർക്ക് ഒരു നായകനെയും കൂടി കിട്ടും. അതിന് ഈ നായകൻ്റെ ഈ സിനിമ ഓടണം, അതിന് ആൾക്കാർ തിയേറ്ററിൽ വന്ന് കണ്ടേ പറ്റൂ. സാർ പറഞ്ഞാണ്, വേറൊന്നും പറയാനില്ല. എനിക്ക് പ്രേക്ഷകരോട് സുബിഷേട്ടൻ പറഞ്ഞു ഞാൻ തള്ളിയെന്ന്. ഞാൻ ആശാവർദ്ധനെ കണ്ടിട്ടുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. വളരെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.